ഇന്ന് ഒരു സ്പൂൺ തൈര് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ഫേസിനെ നല്ല സുന്ദരമാക്കി എടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അത് ലാക്റ്റിക് ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത ഷെയ്ഡുകളെല്ലാം മാറ്റി സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്നു, ഏജിനിങ്ങിനെ തടയുന്നു, ചുളിവുകളെല്ലാം തടയുന്നു. അപ്പം നമ്മുടെ എന്തുകൊണ്ടും തൈര് നമ്മുടെ സ്കിന്നിന് ഏറ്റവും പറ്റിയ ഒരു നല്ല ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. ഒരുപാട് ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഈ തൈര് ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ഒന്ന് നല്ല സുന്ദരമാക്കി മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യമായി നമ്മുടെ ഫേസ് നമ്മൾ നല്ലവണ്ണം ഫേസ് വാഷൊക്കെ എല്ലാം ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകി ക്ലീനാക്കി എടുക്കണേ. അതിനുശേഷം നമുക്ക് തൈര് ഉപയോഗിച്ച് നമുക്കൊരു സ്ക്രബ് പോലെ നമുക്കൊന്ന് ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു 1/2 സ്പൂൺ അരിപ്പൊടിയാണ്, ഒപ്പം 1 സ്പൂണ് തൈര്. രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് തേച്ച് നമുക്ക് പിടിപ്പിക്കാം. തൈരും അരിപ്പൊടിയും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തേച്ചാലോ. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണേ. അപ്പോൾ ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യണില്ല. അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ മസാജ് കൊടുത്ത് നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ മുഖത്തുള്ള, അതായത് നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള ഹെഡ്സ് എല്ലാം മാറി സ്കിന്ന് നല്ലവണ്ണം ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊരു മസാജ് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ മസാജ് കൊടുത്ത് ഇതങ്ങ് മാറ്റി. ഹെഡ്സുള്ള ഭാഗങ്ങളിലെല്ലാം ചൂണ്ടുവിരലിലോട്ട് നല്ലോണം അമർത്തി ഒരു മസാജ് കൊടുത്താൽ മതി. അതങ്ങ് പൊയ്ക്കോളും. ഒരുപാട് ഹെഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ആവി ഒളിച്ചതിന് ശേഷം ഈ പാക്കിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് കൊടുത്താൽ ഹെഡ്സ് എല്ലാം അങ്ങ് മാറും. അപ്പം എനിക്ക് വലിയ ഹെഡ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആവി കൊടുക്കാത്തത്. തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കുകയും സ്കിന്നിലെ ഡാർക്ക്നെസ് എല്ലാം മാറി, സ്കിൻ്റെ ഹെഡ്സ് എല്ലാം മാറി സ്കിന്നെ നല്ലവണ്ണം ഒന്ന് ബ്രൈറ്റൻ ചെയ്യും. നമുക്ക് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് കാണാം. മുഖമെല്ലാം നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടുണ്ട്. ഹെഡ്സ് എല്ലാം മാറി മുഖത്തിന് നല്ലൊരു കളറും വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മസാജിങ് ക്രീമാണ്. ഈ തൈര് ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മസാജിങ് ക്രീമാണ്. ഇപ്പോൾ ഈ മസാജിങ് ക്രീം മാത്രം നമുക്ക് യൂസ് ചെയ്താലും മതി, ഭയങ്കര എഫക്റ്റാണ്. അപ്പം നമുക്ക് മസാജിങ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിനായി നമുക്ക് വേണ്ടുന്നത് തൈരാണ്. ഒരു 1/2 സ്പൂൺ തൈര് നമ്മളെടുത്തു. അതുപോലെ തന്നെ അലോവേര ജെല്ലാണ്. അതും ഒരു 1/2 സ്പൂൺ അലോവേര ജെല്ലെടുത്തു. ഒപ്പം നമുക്ക് വേണ്ടുന്നത് ഗ്ലിസറിനാണ്. അതും ഒരു 1/2 സ്പൂൺ. നമ്മുടെ ഫേസിന് ആവശ്യമായത്, നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടുന്നത് അത് 1/2 സ്പൂൺ എടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രീം കിട്ടും. ആ ക്രീമാണ് നമ്മളുടെ മസാജിങ് ക്രീം. മിക്സ് ചെയ്യുമ്പോൾ അല്പം പിരിഞ്ഞതുപോലെയൊക്കെ ഇരിക്കുക, കുഴപ്പമില്ല. നമുക്കിതുപയോഗിച്ച് ഒരു മസാജ് കൊടുക്കാം ഫേസിന്. കണ്ട് താഴെയെല്ലാം ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം നല്ലോണം അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നേരം ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ ഡയറക്ഷനിൽ കൊടുത്താൽ മതിയേ. എപ്പോഴും കഴുത്തും കൂടെ മസാജ് ചെയ്യണേ. നമുക്ക് 10 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് കാണാം. 10 മിനിറ്റ് ഞാൻ നല്ലവണ്ണം ഒരു മസാജ് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിനെ നമുക്ക് തുടച്ച് മാറ്റുകയോ വാഷ് ചെയ്ത് കളയുകയോ ചെയ്യാമേ. നമുക്കിത് തുടച്ച് മാറ്റാം. നല്ല ക്ലിയറാവും, നല്ല സോഫ്റ്റ് ആവും സ്കിന്നെ. ഇനി നമുക്ക് തൈര് ഉപയോഗിച്ച് നല്ലൊരു പാക്ക് നമുക്കുണ്ടാക്കാം. പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്ന ഒരു ടൊമാറ്റോ ആണ്. ടൊമാറ്റോയെ ഞാൻ ഒന്ന് ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കുകയാണേ. മുഖത്തിന് ആവശ്യമായ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് ഒപ്പം 1 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ തൈര് അത് നമുക്ക് 1 ടീസ്പൂണോ ഇത് കുഴഞ്ഞു വരാൻ ആവശ്യമായ അത്രയും നമുക്ക് ഒഴിക്കാം. ഇപ്പം ഞാൻ 1.5 ടീസ്പൂൺ എടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തിക്കായിട്ടുള്ളതാണ് ഒരു പാക്ക് കിട്ടിയ ഈ പാക്കാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കങ്ങ് മാറ്റാം. ഫേസിൽ അപ്ലൈ ചെയ്താലോ നല്ലൊരു പാക്കാണ്. ഈ പാക്ക് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താലും മതി. പിന്നെ ഈ ടൊമാറ്റോ ജ്യൂസിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും നമുക്ക് യൂസ് ചെയ്യാമേ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ടൊമാറ്റോ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം. ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് പാക്കൊന്ന് മാറ്റാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ മസാജ് കൊടുത്ത് മുഖത്തുള്ള ഈ പാക്കങ്ങ് മാറ്റാമേ. നല്ലോണം അങ്ങ് ഭംഗിയായിട്ട് അങ്ങ് ഉണങ്ങി പിടിച്ചിട്ടില്ല, എന്നാലും 20 മിനിറ്റ് കൊണ്ട് അത് ജസ്റ്റ് മുഖത്ത് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഒന്ന് മാറ്റാം. നമുക്കൊന്ന് തുടച്ച് മാറ്റാം. നല്ല ഗോൾഡൻ കളറായി വാഷ് ചെയ്തിട്ട് മുഖമെല്ലാം നല്ലോണം വാഷ് ചെയ്ത് റെഡിയായി തുടച്ച് വന്നിട്ടുണ്ട്. മുഖം നല്ല സോഫ്റ്റ്നെസ് ആവും. അതുപോലെ തന്നെ മുഖത്തുള്ള ഹെഡ്സ് എല്ലാം മാറും, കറുത്ത ഷെയ്ഡെല്ലാം മാറി മുഖം നല്ല ക്ലിയർ ആവും. വളരെ ഉറപ്പ് ഞാൻ തരണേ. അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കണം. തൈരെന്ന് പറയാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ഒരു വസ്തുവാണ് തൈര്. ആ തൈര് വെറുതെ തന്നെ മുഖത്തൊന്ന് തേച്ചിട്ടാലും നല്ല കളർ വരും, കറുത്ത ഷെയ്ഡുകളെല്ലാം മാറും, സൺ ടാൻ മാറും. അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് തൈര്. കുട്ടികൾക്ക് പോലും നമുക്ക് അത് മുഖത്ത് പുരട്ടി കൊടുക്കാം, ഒരു കുഴപ്പമില്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.